അരുൺ, സങ്കടത്തോടെ മാത്രമേ ആ ദൃശ്യങ്ങളൊക്കെ കാണാനാവുകയുള്ളൂ. സംസ്കാരമെല്ലാം അവസാനിച്ചോ? എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ? പൂജ ശ്മശാന ഭൂമിയായി പുത്തുമല അവശേഷിക്കുകയാണ്. ഈ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 29 മൃതശരീരങ്ങൾ അത് സംസ്കരിച്ചു. ബാക്കിയുള്ള മൃതദേഹ അവശിഷ്ടങ്ങളാണ്, ശരീരഭാഗങ്ങളാണ്. അത് സംസ്കരിക്കുന്ന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും ആംബുലൻസിലായി കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ ഇപ്പോൾ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ എത്ര വേദനയുള്ള കാഴ്ചയാണ്. ഒരു നാട് ആകെ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. അതിനൊപ്പം തന്നെ മാഞ്ഞുപോയ മനുഷ്യരാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ. ഇന്നലെയും ഇന്നും ഒക്കെയായി ഒരാൾ പോലും കുറവില്ല ഈ ആൾക്കൂട്ടത്തിന്. അവരുടെ ഉറ്റവരെല്ലാം ആകാം. ഈ പ്രദേശവാസികളുള്ള സന്നദ്ധ സേവാ പ്രവർത്തകർ തന്നെയാണ് ഭൂരിഭാഗം ഇവിടെയുള്ളത്. അവരുടെയൊക്കെ പരിചയത്തിലുള്ളവരാകാം, അവരുടെ സുഹൃത്തുക്കളാകാം, അവരുടെ ഉറ്റവരാകാം. പക്ഷേ തിരിച്ചറിയാൻ പോലും ആവാതെയാണ് അവരുടെ കൈകളിലൂടെയൊക്കെ അവർ ഈ ഒരു സംസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോൾ. എല്ലാവരും ഇവിടെ മരവിച്ച മനുഷ്യരാണ്. ഇവർക്കെല്ലാം ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെച്ചവരായിരിക്കാം. പക്ഷേ ഇന്ന് അവശേഷിക്കുന്നത് ഒരു നാട്, ചിത്രത്തിലേ ഇല്ലാതായ ഒരു നാടിൻ്റെ കഥയാണ്. അപ്പോൾ ഈ ദുരന്ത ഭൂമിയായി മുണ്ടക്കൈയും ചൂരൽമലയും ഒക്കെ മാറുമ്പോൾ, ഇതിനു മുമ്പ് നമ്മൾ പുത്തുമലയും കവളപ്പാറയും പെട്ടിമുടിയും ഒക്കെ കണ്ടവരാണ്. പക്ഷേ കം ചാലിയാറിൽ നിന്നൊരു മൃതദേഹം കണ്ടെടുത്തു എന്ന് ഇത്ര കാലങ്ങൾ അകലെ ഈ മൃതദേഹങ്ങൾ ഒരുക്കി വന്നിരിക്കുന്നു എന്ന് നമ്മൾ ഉൾപ്പെടെ കേട്ടത് ഉൾക്കൊള്ളാനായിട്ടുണ്ടായിരുന്നു. ആ പ്രദേശവാസികൾക്കോ ഈ വയനാടിനോ നമുക്കോ ഒന്നും ഉൾക്കൊള്ളാനാവാത്തതായിരുന്നു. അങ്ങനെ ചിതറിപ്പോയ സ്വപ്നങ്ങളാണ്, ചന്നം ഭിന്നമായ പ്രതീക്ഷകളാണ്, ചന്നം ഭിന്നമായ സ്നേഹബന്ധങ്ങളാണ്, ആത്മബന്ധങ്ങളാണ്, ഒരു നാടിന്റെ മനോഹാരിതയാണ്. ആ പ്രകൃതിയോടൊപ്പം തന്നെ തെറിച്ചുപോയ മനുഷ്യരാണ്. അവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംസ്കരിക്കുന്നത്. നേരത്തെയൊക്കെ ഓരോരുത്തരും നമ്മളോട് ഇവിടെ മാറി നിൽക്കുകയാണ്. എല്ലാവരും നിശബ്ദരാണ്, എല്ലാവർക്കും മൗനമാണുള്ളത്. അപ്പോൾ പോലും എന്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നാണ് എല്ലാവരും ആവർത്തിച്ച് ചോദിക്കുന്നത്. അത്തരത്തിൽ പല മനുഷ്യരെ നമ്മൾ കണ്ടു. ഒന്നാം ദിനം ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയപ്പോൾ മുതൽ കണ്ട ഓരോ മനുഷ്യർ, ഓരോ വ്യത്യസ്ത അനുഭവങ്ങൾ പറയാനുള്ള. ഓരോ മനുഷ്യരെ കാണുമ്പോഴും ഈ ദുരന്ത മുഖത്തേക്കാൾ അന്ന് മുണ്ടക്കൈയൊക്കെ ചിന്നി കിടക്കുന്നതായിരുന്നു നമ്മൾ ആ ആകാശ ദൃശ്യങ്ങളിലൊക്കെ കണ്ടത്. ചൂരൽമലയൊക്കെ മണ്ണോട് മൂടിക്കിടക്കുകയായിരുന്നു. അതിനേക്കാൾ വ്യാപ്തി ഉണ്ടായിരുന്നു ആ മനുഷ്യരുടെ കണ്ണുകളിൽ. അവർക്ക് പറയാനുള്ള ആ ഒരു നിർവിചാരതയിൽ, അവരുടെ ആ ഒരു മൗനത്തിന്. അത് ഇപ്പോഴും ഈ ഒരു 7ാം ദിനവും തുടരുകയാണ്. ഒരു അതിജീവനം നമുക്ക് വേണം, അതിജീവിക്കണം. പക്ഷേ അത് ഉണങ്ങാത്ത മുറിവായി തന്നെ അത്രമേൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഈ നാടിനെ, നമ്മുടെ കേരളത്തെ. അത് ആ മുറിവിന്റെ വേദനയിലൂടെ തന്നെ നമുക്ക് അതിജീവിക്കണം എന്നുള്ളതാണ്. ഓരോ സ്വാതന്ത്ര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ആശ്വാസം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് നമുക്ക് വേണ്ടത്. ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ജനതയാണ് നമ്മൾ. നമുക്ക് ഈ വേദനയും മറികടക്കണം. പക്ഷേ ഈ ഒരു കാഴ്ച യാഥാർത്ഥ്യമാണ്. ഈ ഒരു കുഴിമാടങ്ങൾ അതൊരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ജനതയാണ് നമ്മൾ. നമുക്ക് ഈ വേദനയും മറികടക്കണം. പക്ഷേ ഈ ഒരു കാഴ്ച യാഥാർത്ഥ്യമാണ്. ഈ ഒരു കുഴിമാടങ്ങൾ അതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനു മുമ്പ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ല. അത്തരത്തിലാണ് ആ ഒരു കാഴ്ച എത്രമേൽ വേദനിപ്പിക്കുന്നതാണ്. ആ ചിത്രം, ഈ കുഴിമാടത്തിൻ്റെ ഒരു ചിത്രം ഇന്ന് കേരളമാകെ കാണുമ്പോൾ അതിൻ്റെ ഒരു വേദന നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു ചിത്രമാണ്. പലർക്കും ഈ അധ്വാനത്തിലൂടെ, ഈ ഒരു സേവനത്തിലൂടെയൊക്കെ പലതും മറക്കാൻ ശ്രമിക്കുന്നത്. ശരിയാണ് അരുൺ, അത്രത്തോളം വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു ദുരന്തമാണ്, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വലിയ വേദനയാണ്. അതിൻ്റെ ആഘാതം വീണ്ടും വീണ്ടും കൂടി വരികയായിരുന്നു. ഇന്നത്തെ ദിവസം പുത്തുമലയിൽ നിന്നും വന്ന ഓരോ വിവരങ്ങളിലൂടെയും ആ കണ്ട ദൃശ്യങ്ങളൊന്നും തന്നെ നമുക്ക് സഹിക്കാനാകുന്നില്ല. ഒരു ആഴ്ച മുമ്പ് വരെ അവർക്ക് പേരും കൃത്യമായിട്ടുള്ള മേൽവിലാസവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്രയും മനുഷ്യർ അവസാന യാത്രയിലേക്ക് എത്തുമ്പോൾ അവരാരാണെന്നോ എന്താണെന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നത് വലിയൊരു വേദന തന്നെയാണ്. DNA പരിശോധനാ ഫലം വന്നതിന് ശേഷമെങ്കിലും ഉറ്റവരെ കാത്തിരിക്കുന്ന ബന്ധുക്കൾ അവർ അവസാനമായിട്ട്
അന്തി ഉറങ്ങുന്നു എന്നുള്ള വിവരം കൃത്യമായി അവരുടെ മുന്നിലേക്ക് എത്തേണ്ടത് കൂടിയുണ്ട്. അങ്ങനെയെങ്കിലും ആ ഒരു സമാധാനത്തോടു കൂടി അവർ മുന്നിലോട്ട് പോകട്ടെ എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അരുൺ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതിജീവിക്കണം, ഇനിയും തകർന്നിരിക്കാൻ പറ്റില്ല, ഒരുപാട് മുന്നേറാനുണ്ട്. കേരളം ഒപ്പമുണ്ട്.